അപ്പോൾ ഞാൻ വിവോ, ഇത് ഞങ്ങളുടെ പുത്തൻ X300 Ultra. ഞങ്ങൾ ഇതിനെ ഫോട്ടോഗ്രാഫിയുടെ രാജാവെന്നാണ് വിളിക്കുന്നത്. ക്യാമറ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു M1 ക്യാമറയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സോ ഓക്കെ ശരി. എടാ, ക്യാമറയെ പറ്റി നല്ലോണം ഒന്ന് പൊക്കി പറയാം, ആലോചിക്കാം. അപ്പോൾ ഇതാണ് വിവോയുടെ X300 Ultra. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് ക്യാമറയുടെ രാജാവാണോ അല്ലയോ എന്ന്. ഫസ്റ്റ് നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ബോക്സിനെ പറ്റി പറയണ്ടേ. ബോക്സ് വളരെ പ്രീമിയം ലെവൽ ബോക്സിംഗ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലിരിക്കുന്ന ഒരു പ്രീമിയം ഫോണാണ് എന്ന്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ബോക്സിംഗ് ആണ് വരുന്നത് അതിലേക്ക്. കാരണം ഇത് അത്യാവശ്യം വലിയൊരു സ്ക്വയർ ടൈപ്പ് ബോക്സിംഗ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കാണാം. ഫോൺ തൽക്കാലം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് നോക്കി ഇതുപോലൊരു കാർഡ് കാണാൻ പറ്റും. സംഗതി ഇത് ATM കാർഡല്ല, ഇതൊരു പ്രീമിയം മെമ്പർഷിപ്പ് കാർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവോയുടെ ഒരു പ്രീമിയം കസ്റ്റമർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നൊരു കാർഡ്. ഇതിന് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ കംപ്ലൈൻറ്റ് എന്ന് വെച്ചോ, സർവീസ് സെൻ്ററിൽ നാൾ വന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയി സർവീസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് തരും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഉപയോഗിക്കാൻ വേറെ ഫോണില്ല, സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേറെ ഫോണില്ലെങ്കിൽ അവർ ടെമ്പററി ആയിട്ട് വേറെ ഫോൺ തരും ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. സൂക്ഷിച്ച് വെച്ചാൽ കൊള്ളാം. ഇനിയും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറേ പേപ്പർ കാണാം, ഉപയോഗമില്ല, കളഞ്ഞേക്ക്, ആരും വായിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് ചാർജർ, Type C to Type C കേബിൾ, പിന്നെ ഫോൺ കേസ് ഇത്രയും കാര്യങ്ങളൊക്കെ പണ്ട് പല കമ്പനികളും കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. എനിക്കൊന്ന് വിവോ പോലത്തെ കമ്പനി അതൊക്കെ കൊടുക്കാറുള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം ഫോണിൻ്റെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡിനെ പറ്റി തന്നെ പറയാം. സോ ഫസ്റ്റ് ഫോൺ കയ്യിൽ ഞാൻ പിടിച്ചപ്പോൾ ഇത് കൊള്ളാം, ഒരു പ്രീമിയം ഫോൺ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഇൻഹാൻഡ് ഫീലാണ് എനിക്ക് കിട്ടിയത്. പേഴ്സണലി എനിക്ക് കിട്ടിയ കാര്യമായിട്ട് പറയാറ് എനിക്ക് കിട്ടിയത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്നറിയാം. ഇതിന് 3 വേരിയൻറ്റുകളാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് വൈറ്റ്, 3 കളേഴ്സാണ് വരുന്നത്. സോ ഇത് വരുന്ന ബ്ലാക്കിന് ബാക്കിൽ വരുന്നത് ഗ്ലാസ് ഫൈബർ മെറ്റീരിയലാണ്. അതേസമയം വൈറ്റിനും ഗ്രീനും പ്രോപ്പർ ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് വിവോയ്ക്കുണ്ടായ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, വിവോയ്ക്കല്ല നമുക്കുണ്ടൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് കളറിന് കമ്പാരിറ്റീവ്ലി 2 വേരിയൻറ്റിനെക്കാട്ടിലും തിക്നെസ്സും കുറവാണ്, വെയിറ്റും കുറവാണ്. 5 ഗ്രാം വെയിറ്റും അതുപോലെ 0.3 mm തിക്നെസ്സും കുറവാണ്. അത് വലിയൊരു വ്യത്യാസമല്ല, എന്നാൽ പോലും ബാക്കി വ്യത്യാസമൊന്നും, ബാക്കി ഈ 3 പേരും കമ്പയർ നോക്കുകയാണെങ്കിൽ ഹാർഡ്വെയറും ക്യാമറയും ആക്കി എല്ലാം സെയിം തന്നെയാണ്. ഈ ബാക്കിൽ വരുന്ന മെറ്റീരിയൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ വേരിയൻറ്റിന് 8.19 mm തിക്നെസ്സും അതേപോലെ തന്നെ 232 gram ആണ് വെയിറ്റ് വരുന്നത്. ഗ്രീൻ ആൻഡ് വൈറ്റ് മറ്റേ 2 വേരിയൻറ്റിന് വരുന്നത് 8.49 mm തിക്നെസ്സും അതേപോലെ തന്നെ 237 gram വെയിറ്റുമാണ് വരുന്നത്. സോ വെയിറ്റിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 200 ഗ്രാമിന് താഴെയാണ്. സോ പറയാമല്ലോ, കുറച്ച് വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ഫോട്ടോഗ്രാഫി ഫോണാണ്. ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ടിയുള്ള ഒരു മീൻസ് കാഷ്വൽ യൂസിന് പറ്റിയൊരു ഫോണല്ല. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ഫോണാണ്. സോ അവർക്ക് ഈ ഒരു വെയിറ്റ് അത്ര കാര്യമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ IP68 ആൻഡ് IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഫോണുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് വാട്ടർ 1.5 മീറ്റർ വരെ 30 minutes ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഫോണുണ്ട്. പിന്നെ വേറെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വെക്കുക സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ USB 3.2 Gen 1 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അപ് ടു 10 GB/s സ്പീഡ് വരെ ഫയൽസ് USB വഴി SSDയിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു വീഡിയോ ഫയൽ ഉണ്ട് അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ് ടു 10 GB/s സ്പീഡ് വരെ USB വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഒരു 6.8 ഇഞ്ച് വരുന്ന LTP AMOLED ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷൻ വരുന്ന 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ റിഫ്രഷ് റേറ്റ് അല്ല, അഡാപ്റ്റീവ് ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 Hz തൊട്ട് 144 Hz വരെ വേരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഫോണിലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഹൈ എൻഡ് ഗെയിമിംഗ് കളിക്കുമ്പോൾ മാത്രമേ ഈ ഫോൺ 144 Hz വരെ പോകത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 1 Hz വരെ സ്കെയിൽ ഡൗൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി നല്ലപോലെ സേവ് ചെയ്യാൻ പറ്റും. സോ പിന്നെ പറയേണ്ട ഒരു ഫീച്ചറാണ് 4500 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ പുറത്തു പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രൈറ്റ്നസ് കുറവാണ് എന്ന് കുറ്റം പറയത്തില്ല. പിന്നെ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് ഒക്കെ ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും. ഡിസ്പ്ലേ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പവർ ഹൗസിനെ പറ്റി പറയാം. ദി പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 Gen 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രൊസറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ GTA 5 45 to 60 FPS ഇതിലാണ് ചെയ്തത്. ഞാൻ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം.
അത് മാത്രമല്ല ഇതിൽ GPU യൂസ് ചെയ്തിരിക്കുന്ന Adreno 840 എന്ന് പറയുന്ന GPU ആണ്. 16GB റാം വരുന്നുണ്ട്. അത് LPDDR5X റാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 4.1 സ്റ്റോറേജ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസിനെ പറ്റി പേടിക്കണ്ട. ഈ ഫോൺ എടുക്കുവാണെങ്കിൽ ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. ഇനിയിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ബാറ്ററി തീർന്നുള്ള പേടിയും വേണ്ട. 6600 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് 100 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ്, 40 വാട്ടിൻ്റെ വയർലെസ് ചാർജ്. സോ ആ ഒരു പോയിന്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങളൊരു ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പോലും, ഹെവി ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പോലും അത്ര അടുത്ത് ബാറ്ററി ഡ്രെയിനായി പോവില്ല. ഡ്രെയിൻ ആയാൽ തന്നെ 100 വാട്ടാണ്, പെട്ടെന്ന് ചാർജ് വരികയുള്ളൂ. ഈ ഫോണിൽ വിവോയുടെ സീക്രട്ട് വെപ്പൺ എന്നറിയോ? ദ ഡ്യുവൽ സിലിക്കോൺ ചിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ചിപ്പ് തന്നെ വിവോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ നോർമലി ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നേരെ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ മെയിൻ പ്രോസസ്സിങ് യൂണിറ്റിലോട്ടാണ് എന്നുണ്ടെങ്കിൽ വിവോയുടെ ഈ ഒരു ഫോണിൽ ആ ഒരു സെപ്പറേറ്റ് ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ, ദാറ്റ് മീൻസ് ക്യാമറ മൊഡ്യൂളിനായിട്ട് ഒരു സെപ്പറേറ്റ് ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസും പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു ചിപ്പ് സെറ്റിലാണ്. സോ നമ്മുടെ മെയിൻ ചിപ്പിലോട്ട് അത് പോകുന്നില്ല. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആപ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് റൺ ചെയ്യാനും, ചുരുക്കി പറയുവാണെങ്കിൽ മെയിൻ ചിപ്പിൻ്റെ ലോഡ് കുറയ്ക്കാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ക്യാമറയെ പറ്റി പറയുമ്പോൾ മെയിൻ ക്യാമറ വരുന്നത് 200 മെഗാപിക്സലാണ്. അത് സോണിയുടെ സെൻസറാണ്. പിന്നെ പെരിസ്കോപ്പിക് സൂം വരുന്നുണ്ട്, അതും 200 മെഗാപിക്സൽ തന്നെയാണ്. പിന്നെ അൾട്രാവൈഡ് വരുന്നത് 50 മെഗാപിക്സലാണ്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് സീസിൻ്റെ ലോഗോ കാണാൻ പറ്റും. സംഗതി ഇത് ജസ്റ്റ് ലോഗോ മാത്രമല്ല, വിവോ ആണ് ഈ ഫോണിന് ക്യാമറ കൊടുത്തതെങ്കിൽ ആ ക്യാമറയ്ക്ക് ജീവൻ കൊടുത്തിരിക്കുന്ന സീസാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസിൻ്റെ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. പിന്നെ ആ ക്യാമറ മോഡ്യൂളിൽ ഒരു സീസിൻ്റെ ഒരു പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നും ആ ഒരു ക്യാമറയിൽ പതിയത്തില്ല. ഈ വീഡിയോയിൽ ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ചിലപ്പോൾ ഇത് പോരാതെ വരും. കാരണം അത്രത്തോളം ഫീച്ചേഴ്സ് വിവോയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. സോ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് 4K 120fps ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഹൈ റെസൊല്യൂഷനിൽ സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഹൈലൈറ്റ്. രണ്ടെന്ന് പറയുന്നത് പ്രോ വീഡിയോ മോഡും അതുപോലെ 10-bit ലോഗുമാണ്. ദാറ്റ് മീൻസ് 10-bit ലോഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ഡാർക്ക് ആണെങ്കിൽ പോലും, നമ്മളെ ഷാഡോ ആണെങ്കിൽ പോലും വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം കളർ ആക്യുറേറ്റ് ആയിരിക്കും എന്നതാണ് ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ആ 10-bit കൊണ്ട് നമുക്കിപ്പോൾ PC കയറ്റിയിട്ട് നിങ്ങൾ കളർ ഗ്രേഡിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ പ്രോ വീഡിയോ മോഡിനെ പറ്റി പറയുവാണെങ്കിൽ ആ ഒരു ക്യാമറ ആപ്പിൽ തന്നെ പ്രോ വീഡിയോ താഴെ കാണും. എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളൊരു പ്രൊഫഷണൽ ഫിലിം മേക്കർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോ വീഡിയോ മോഡിൽ ഇട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഫോണിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹൈലൈറ്റ്. സോ അത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ളൊരു ഫോണാണ്. ഇനിയിപ്പോൾ സൂമിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. ചന്ദന് ഒരു സൂം ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വിവോ ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. അത് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ എക്സ്റ്റൻഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സീസിൻ്റെ. സോ 400 mm-ൻ്റെയും 200 mm-ൻ്റെയും എക്സ്റ്റൻഡർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അത് മേടിക്കാം. എനിക്ക് തോന്നുന്ന 50,000 to 60,000 റേഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ആ ഒരു എക്സ്റ്റൻഡറിന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു വൈൽഡിലെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അത്യാവശ്യം ഹൈറ്റിൽ പറക്കുന്ന ബേർഡ്സ് അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മേടിക്കാം. അല്ലാത്തുള്ളവർക്ക് ഫോൺ മാത്രമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വിവോ ക്യാമറയ്ക്ക് അത് ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഫിൽറ്റേഴ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടായപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 3 എൻഹാൻസ്മെന്റ് ടൂൾസ്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, നൈറ്റ് സ്കൈ, പിന്നെ സ്റ്റാർ ഫോട്ടോഗ്രാഫിക് ടൂൾസ്, അങ്ങനെ ഇഷ്ടംപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വിവോ കുത്തി നിറച്ചിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ പ്രൊഫഷണൽ വീഡിയോ മേക്കറാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണ്. നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈഡ് ആവും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ നോർമൽ ഒരു ഫോണിൽ ഒരു വീഡിയോ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും റൊട്ടേറ്റ് ആവും. പക്ഷേ വിവോയുടെ ഈ ഫോണിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ റൊട്ടേറ്റ് ചെയ്താൽ വീഡിയോയും റൊട്ടേറ്റ് ആകത്തില്ല, വീഡിയോയും സ്റ്റേബിളായിട്ട് അതുപോലെ തന്നെ നിൽക്കും. സാംസങ്ങിൽ നമുക്ക് കണ്ടുവന്ന ഫീച്ചറാണ്, ബട്ട് ഇപ്പോൾ അത് വിവോയിലും വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് വിവോ X300 Ultra. ഒരു ഫോണിൽ 6600 mAh മാസീവ് ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 8 Gen 5 പവർഫുൾ ചിപ്പ് സെറ്റ്, ക്രേസിയസ്റ്റ് ക്യാമറ സിസ്റ്റം ദാറ്റ് ബി എവർ സീൻ, 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 200 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ആൻഡ് അപ് ടു 400 mm-ൻ്റെ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിറർലെസ് ക്യാമറ ആണോ അതോ ഫോണാണോ? നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും. ടെക്നോളജി മാറുന്നു, ക്യാമറ മാറുന്നു, ബട്ട് നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് മാത്രം ഒരു അവസാനവുമില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.